ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് അത് മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അതിന്ന് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ നിന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് ഉപ്പും അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തു. ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മുടെ പെരുംജീരകവും ഇട്ട് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് ചെല്ലുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. ചൂടായി വരുമ്പം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ആ തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ചിക്കൻ മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കോരി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് മൂപ്പിച്ച് നമ്മുടെ ചിക്കന് മുകളിലോട്ട് ഇട്ടാൽ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.